ഹല്ലേലൂയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 67-ാമത്തെ തിരുവചനമാണ്. ദൈവത്തിൻ്റെ ജീവിക്കുന്ന വചനം ഇപ്രകാരം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അവൻ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ട് അവനെ നോക്കി പറഞ്ഞു, നീയും നസ്രാനായ യേശുവിൻ്റെ കൂടെ ആയിരുന്നല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവർ, ഇന്നേ ദിവസം നമ്മൾ തിരുവചനം ധ്യാനിക്കുമ്പോൾ നമുക്കറിയാം, ഈശോയുടെ വിശ്വസ്തൻ, ഈശോ സഭയുടെ താക്കോൽ കൊടുത്ത വ്യക്തിയാണ് വിശുദ്ധ പത്രോസ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് ഏറ്റുപറഞ്ഞ അതേ നാവ് കൊണ്ടിതാ പത്രോസ് ഈശോയെ തള്ളിപ്പറയുക. ചില തെറ്റായ കൂട്ടായ്മയിൽ പെടുമ്പോൾ, ചില തെറ്റായ ബന്ധത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയെ തള്ളിപ്പറയേണ്ട അനുഭവം നമ്മുടെ ജീവിതത്തിലും കടന്നു വരും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈശോയുടെ മുമ്പിൽ നമ്മൾ വ്യാപരിക്കേണ്ടത് വിശുദ്ധിയോടെ വ്യാപരിക്കണം. ചില തെറ്റായ തീക്കാച്ചിൽ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. ഇതാ വീണ്ടും അതേ പത്രോസ് താൻ ചെയ്ത തെറ്റിനെയോർത്ത് വിലപിച്ച് മനംതൊന്ന് കരയുന്ന ഒരു വചനമാണ് അതിൻ്റെ 72-ാമത്തെ തിരുവചനം. വചനം ഇങ്ങനെയാണ്: ഉടൻ തന്നെ കോഴി 2-ാം പ്രാവശ്യം കൂവി. കോഴി 2 പ്രാവശ്യം കൂവുന്നതിന് മുമ്പ് നീ 3 പ്രാവശ്യം എന്നെ നിഷേധിക്കുമെന്ന് യേശു പറഞ്ഞ വാക്ക് അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. വീണ്ടും സംഭവിക്കുന്നതാണ് അനുതാപത്തിൻ്റെ മേഖല. അവനുള്ളൊരുക്കി കരഞ്ഞു എന്നുള്ളതാണ്. പ്രിയമുള്ള, ഇന്ന് ഈ തിരുവചനം കേൾക്കുന്ന ദൈവമക്കളോട് ഇന്ന് ദൈവത്തിൻ്റെ ദൂത് പറയുകയാണ്, നിങ്ങളും ഇങ്ങനെ തെറ്റായ വഴിയിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ പത്രോസ് ചെയ്തതുപോലെ ഉള്ളൊരുക്കി കരയാം. അപ്പോൾ ഈശോ നമ്മളെ എടുത്തുയർത്തും. സഭയിൽ കുമ്പസാരം എന്ന കുദാശയിലൂടെ, അനുരഞ്ജന കുദാശയിലൂടെ നമ്മൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരു വലിയ വിശുദ്ധിക്ക് വേണ്ടി ഈ 40-ാം വെള്ളിയാഴ്ച നമുക്ക് ഉപയോഗിക്കാം. ഈശോയുടെ വലിയ കൃപ എല്ലാ മക്കളിലും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ലോകം മുഴുവൻ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ ദീപികാൻ ഈശോയെ ഏറ്റവും യോഗ്യതയോടെ സ്വീകരിക്കുകയും ചെയ്യാം. ആമേൻ.